ലോകം തരാത്ത സമാധാനം നമുക്ക് നൽകിയ സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്താൽ നമ്മുടെ നിലവുകളെയും ഹൃദയങ്ങളെയും ക്രിസ്തുവേശുവിൽ കാക്കുന്ന പിതാവായ ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. സന്ധ്യാ അഭിവാദനങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറെ അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. 2000-ൽ പരം വർഷമായിട്ട് ദൈവസഭ ഇത് തന്നെ പറയുന്നു. പക്ഷേ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടരുത്. കർത്താവ് നമ്മളോട് അല്പം ദീർഘക്ഷമ കാണിക്കുകയാണ്. ആരും നശിച്ചു പോകരുതെന്നും എല്ലാവർക്കും മാനസാന്തരത്തിന് അവസരമുണ്ടാകണമെന്നും എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം എന്നും വെച്ച്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം നാമും അത് ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ അയൽ ഭവനങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ കൂടെ പഠിക്കുന്ന, നമ്മൾ കണ്ടുമുട്ടുന്ന ഈ സമൂഹത്തിൽ നിന്ന് എല്ലാവരും തന്നെ മാനസാന്തരപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളർന്നടുക്കുവാനും നാമും ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമുക്ക് പരസ്പരം വ്യക്തിപരമായ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണിത്. വിശുദ്ധന്മാർ തമ്മിൽ എന്താ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നാം ഒക്കെ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരേണ്ടതിന്. എപ്പഫ്രോദിത്തോസ് പ്രാർത്ഥിച്ചതുപോലെ നാം എല്ലാവരും തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം ഉള്ളവരായിരിക്കും. സ്തോത്രം. അതിനുവേണ്ടി താൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. കൊലോസ്യർ 4:12. ആ നിലയിൽ നമുക്ക് ഒരാൾക്കായി മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ചിലപ്പോൾ എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ നിങ്ങൾക്കറിയില്ലായിരിക്കും. ഞാൻ എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട്, നിങ്ങൾക്കറിയില്ലായിരിക്കാം. നിങ്ങളുടേത് എനിക്കറിയില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു വിഷയത്തിനായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവം അതിന് നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ ഭാഗം വിടുന്നു. നമ്മൾ പഠിക്കുന്ന ഇബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയോടെ മടങ്ങി വരാം. 1-ാം വാക്യത്തിൽ നിന്ന് ഇന്ന് നമ്മൾ അവധിയെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒന്നും കൂടെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 3:1 ഹീബ്രൂസ് 3:1. Therefore, holy brothers, you who share in a heavenly calling, consider Jesus, the apostle and high priest of our confession. സ്തോത്രം. ഇന്നലെ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് നാം സ്വീകരിച്ചു പറയുന്ന അഥവാ ഏറ്റുപറയുന്ന യേശു എന്നാണ്. ആ ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ്, കൺഫെഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ 5
അർത്ഥങ്ങൾ, ആ പദത്തിൻ്റെ, മൂലപദത്തിൻ്റെ 5 അർത്ഥങ്ങൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അളവിൽ നമ്മൾ കണ്ടു. അതിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം അതിൻ്റെ 2ഉം അതിൻ്റെ 3ഉം 1ഉം 3ഉം 4ഉമാണെന്നും കണ്ടു. ചുരുക്കത്തിൽ ആ പദത്തിൻ്റെ അക്ഷരീയമായ അർത്ഥം അങ്ങനെ തന്നെ, അത് തന്നെ ഏറ്റുപറയുക, അത് തന്നെ പ്രസ്താവിക്കുക, ഏതാണ്ട് ഒരു ആമീനോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥം. ഈവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായത്തെ നമ്മൾ അംഗീകരിക്കുന്നു. Agree with God in what He thinks or what He says about us. Agreeing with the opinion of God. ക്രിസ്തീയ ബന്ധത്തിൽ ഏറ്റുപറച്ചിൽ എന്നാൽ പൊതുവായിട്ട് ഇങ്ങനെ പറയാം: ദൈവത്തിൻ്റെ അഭിപ്രായത്തെ അങ്ങനെ തന്നെ അംഗീകരിക്കുക. Accepting, admitting the very opinion of God. Agreeing with God in His opinion, whether it's about me, myself, maybe it's about Christ, it's about the facts, whatever it be. Coming in union with God in His opinion. ദൈവത്തിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് വരിക, ദൈവീക അഭിപ്രായത്തെ അംഗീകരിക്കുക. ഇതാണ് കൺഫെഷൻ, അല്ലെങ്കിൽ സ്വീകരിച്ചു പറയുക, അല്ലെ സ്വീകരിക്കുന്ന എന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഏറ്റുപറച്ചിലാണെന്ന് നമ്മൾ 4-ാം അധ്യായത്തിൽ നിന്നും 10-ാം അധ്യായത്തിൽ നിന്നും മറ്റ് ഇതര വേദഭാഗങ്ങളിൽ നിന്നും ഇന്നലെ കാണുകയുണ്ടായല്ലോ. പാപമേറ്റു പറയുന്നതും ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത് അംഗീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. Even confessing our sin is not informing God, oh God, see, I have done this, okay? No, it's not so. But it is, Lord, I agree with you in what you think of me. You speak of me. Your opinion is absolute. I agree with, abide by. ദൈവമേ, അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ സത്യമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇന്ന് രാവിലെ ഒരാളുമായിട്ട് അല്പം വ്യക്തിപരമായ സംസാരം ഞങ്ങൾ ചെയ്തു. ഉടക്കോ വഴക്കമൊന്നുമല്ല, അല്പം ഗൗരവമായ വിഷയങ്ങൾ അല്പസമയം ചാറ്റ് ചെയ്തു, വാട്സാപ്പ്. ഒരു വിഷയത്തോടനുബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് ഇന്നതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, പൊതുവായ ഒരു കാര്യമാണ്. അദ്ദേഹം എനിക്ക് മറുപടി തന്നത് നമ്മുടെ ഇന്നത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ
കൃത്യമായിട്ടുള്ളതാണ്. ആദ്യത്തെ ലൈൻ ഏക്ദം സഹി ബോലെ, ഏക്ദം സഹി ബോലെ, പറഞ്ഞത് കൃത്യം. ഞാൻ അദ്ദേഹത്തിന് അയച്ച സന്ദേശത്തിന് തൻ്റെ മറുപടി, പറഞ്ഞത് 100% ശരി. ആ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം എന്താ? കൺഫെഷൻ. സ്തോത്രം. ഞാൻ പാപിയാണെന്ന്, ഞാൻ പാപം ചെയ്തെന്ന് ദൈവത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാപം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവമേ, ഞാൻ പാപിയാണെന്നുള്ള അങ്ങയുടെ ചിന്തയെ ഞാൻ ശരിവെക്കുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. സ്തോത്രം. എന്നാൽ ഇവിടുത്തെ ഏറ്റുപറച്ചിൽ അതല്ല, നമുക്കതറിയാം. എന്നാൽ പൊതുവെ ഏറ്റുപറച്ചിൽ എന്ന ആശയത്തെപ്പറ്റി പറഞ്ഞതാണ്. അങ്ങനെ പാപം ഏറ്റുപറയണം. ഏറ്റുപറയുന്നെങ്കിൽ അത് അച്ഛനോടും പാസ്റ്ററോടും മെത്രാനോടും DP-യോടും CP-യോടും ഒന്നും അല്ല പറയേണ്ടത്. DP-യും CP-യും ഒരാൾ തന്നെ, പറയുന്ന ഭാഷ വേറെയാണെന്നേ ഉള്ളൂ. സെൻറ്റർ പാസ്റ്ററും ഡിസ്ട്രിക്ട് പാസ്റ്ററും. അപ്പോൾ ഒരു മനുഷ്യനോടും അല്ല നാം അത് ഏറ്റുപറയേണ്ടത്. എന്ന് വെച്ചാൽ മനുഷ്യരോട് ചെയ്തത് മനുഷ്യരോട് തന്നെ ഏറ്റുപറയണം. അത് വേറെ ആരോടും അല്ല. ഞാൻ വർക്കിച്ചായനോട് എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് ചെയ്തെന്ന് എബ്രഹാം ജോസഫ് പാസ്റ്ററെങ്കിലും എടുത്ത് പോയിട്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് ഒരു ഗുണവുമില്ല. അദ്ദേഹം ചിലപ്പോൾ എൻ്റെ അതേ ചിന്താഗതിക്കാരനാണെങ്കിൽ വർക്കിച്ചാനുമായിട്ട് ഞാൻ പിണങ്ങിയിരിക്കുന്നത് പോലെ അല്പം കൈപ്പോടിരിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹം പറയും, നന്നായി നന്നായി, അങ്ങനെ വേണമായിരുന്നു. അല്ല, അദ്ദേഹത്തോട് വളരെ അടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞെന്നിരിക്കും. പക്ഷേ മനുഷ്യരോട് നമ്മൾ ചെയ്തത് അവരോട് തന്നെ ഏറ്റുപറയണം. രഹസ്യമായിട്ട് ചെയ്തതാണെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയൊന്നും വേണ്ട, അവരോട് തന്നെ ഒറ്റയ്ക്ക് ചെന്നങ്ങ് ക്രമീകരണം പ്രാപിച്ചാൽ മതി. എന്നാൽ പരസ്യമായി ചെയ്തതാണെങ്കിൽ അത് പരസ്യമായി തന്നെ പരിഹരിക്കണം. എങ്കിലേ മറ്റുള്ളവർക്ക് അറിയൂ അങ്ങനൊരു പരിഹാരം ഉണ്ടായി എന്ന്. അവരാരും ക്ഷമിക്കാൻ വേണ്ടിയുള്ളവരല്ല, അവർക്കാർക്കും ക്ഷമിപ്പാനുള്ള അധികാരവുമില്ല. നമ്മൾ ആരോട് തെറ്റ് ചെയ്തോ ആ വ്യക്തിയോട് അതിൻ്റെ ക്രമീകരണം പ്രാപിക്കുക, പിന്നെ വന്ന് കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ കർത്താവ് ക്ഷമിക്കും. അല്ലാത്തിടത്തോളം കർത്താവ് ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരാധനയേക്കാൾ പ്രധാനം നേരുള്ള ഒരു ബന്ധമാണെന്ന്. നിരപ്പുള്ള ബന്ധം. മോർ ദാൻ വർഷിപ്പ്, എ റെക്കൺസൈൽഡ് പീസ്ഫുൾ റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആരാധനയേക്കാൾ നിരപ്പ് വന്ന ബന്ധമാണ് പ്രധാനം. അതാണ് മത്തായി 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. നീ വഴിപാട് കഴിക്കാൻ യാഗപീഠത്തിങ്കൽ അല്ലെ ദേവാലയത്തിങ്കിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നീ വഴിപാട് അവിടെ വെച്ചിട്ട് പൊക്കോളെ. ആദ്യം പോയി നിരന്നു കൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കുക. അത് പാപം ഏറ്റുപറയുന്ന വിഷയമാണ്. നമ്മുടെ ഇവിടുത്തെ വിഷയമല്ലത്.
എന്നാൽ ഏറ്റുപറച്ചിൽ എന്നതുകൊണ്ട് ആ ഒരു കാര്യവും കൂടെ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എബ്രായർ 3-ാം അധ്യായം 1-ാം വാക്യത്തിലെ സ്വീകരിച്ചു പറയുന്ന കാര്യത്തിൽ പാപം ഏറ്റുപറയുന്ന കാര്യം ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ രക്ഷിക്കപ്പെടേണ്ടതിന് ദൈവം വെച്ചിട്ടുള്ള ഒരു നിയമമാണ്, ഒരു നിബന്ധനയാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും വേണം എന്നുള്ളത്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്നലെ അത് കണ്ടു. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. എങ്ങനെയാ യേശു കർത്താവ് ആക്കപ്പെട്ടിരിക്കുന്നത്? പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതുകൊണ്ട്. അതുകൊണ്ട് വിശ്വാസവും ഏറ്റുപറച്ചിലും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. ഫെയ്ത്ത് ആൻഡ് കൺഫെഷൻ, they are two sides of the same coin. ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. സ്തോത്രം. കേവലം നമ്മുടെ വിശ്വാസം ഹൃദയത്തിനകത്തു മാത്രം ഒതുക്കി വയ്ക്കാനുള്ളതല്ല. വിശ്വാസ പ്രഖ്യാപനമുണ്ടാകണം. വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ന്യൂജൻകാരുടെ പ്രഖ്യാപനം എന്നാരും കരുതരുത്. ദൈവം, കഴിഞ്ഞ ദിവസവും ഞാൻ കേട്ടു, ചില സഭകൾ എല്ലാ സഭായോഗങ്ങളിലും ഒരു ഏറ്റുപറച്ചിൽ നടത്താറുണ്ട്. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ കുഴപ്പമില്ല, അതാകാം. പക്ഷേ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്നുള്ളത് ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ നന്മ പ്രാപിക്കും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ കടം വാങ്ങാനിടവരില്ല, ഞാൻ മറ്റനേകർക്ക് കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. അത് പല സഭകളും അവരുടെ വിശ്വാസികളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കാറുണ്ട്. ചിലരെ പാസ്റ്റർ ചൊല്ലിക്കൊടുക്കും, വിശ്വാസികൾ ഏറ്റുപറയും, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും മനഃപാഠമാക്കും, ഒരുമിച്ച് ചൊല്ലും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള സഭകളെയൊക്കെ. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ സഭായോഗം 9 തൊട്ട് 12 വരെയാണ്. അപ്പം 1 മണിക്ക് മുമ്പ് മിക്കവാറും ഒക്കെ ഞങ്ങൾ വീട്ടിലെത്തും. അത് കഴിഞ്ഞാൽ ചില ലൈവായിട്ടുള്ള ചില പ്രത്യേക സഭകളുടെ യോഗങ്ങൾ ഞാനൊന്ന് ഓടിച്ച് നോക്കാറുണ്ട് യൂട്യൂബിൽ. അങ്ങനെയുള്ളതിൽ ഒരു കൂട്ടത്തിൽ നിന്ന് മിനിയാന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച് വന്ന വഴിക്ക് അദ്ദേഹം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ സഭയെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ചിലരാണെങ്കിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി സ്വന്തം തലയിൽ കൈവെപ്പിച്ചിട്ട് അവരവരെ തന്നെ അനുഗ്രഹിച്ച് ഏറ്റുപറയുന്ന സംഗതികളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മിനിയാന്ന് ഞാൻ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല. എഴുന്നേൽപ്പിച്ച് നിർത്തി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുക മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എനിക്കെന്ത് കിട്ടും എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ല, ഒരു സകാരാത്മകമായ സർഗാത്മകമായ എനിക്ക് ലഭിപ്പാൻ പോകുന്നുവെന്ന് ശുഭാപ്തി വിശ്വാസപ്രകാരമുള്ള ഒരു ഏറ്റുപറച്ചിലല്ല നമ്മളിവിടെ പറയുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ.
പിന്നെ നമ്മളിവിടെ പറയുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന് വെച്ചാൽ വേദപുസ്തക, ഒന്നും കൂടെ കൃത്യമായി പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങളെ വിശ്വസിച്ച് ഏറ്റുപറയുക എന്നാണ്. സ്തോത്രം. നമ്മളിവിടെ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം, അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ നിയമ ഉപദേശങ്ങളെ വിശ്വസിച്ച് ഏറ്റുപറയുക. സ്തോത്രം. The confession of faith, what I meant here, we mean here, is not what the new generation churches or pastors make declarations of faith regarding their material future, their material physical security, that I'll be blessed, I will not borrow, but I will give, my children will be blessed. In that way. But what we mean here by the declaration of faith is the very confession of the doctrines of the New Testament by fully believing in it. Okay? The very doctrines of the New Testament, which also can be known or called the fundamental doctrines of the Bible. വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന, പ്രത്യേകാൽ പുതിയ നിയമത്തിൻ്റെ ഉപദേശ സംഹിതകളെ വിശ്വസിച്ച് അംഗീകരിക്കുന്ന, ഏറ്റുപറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വിശ്വാസ പ്രഖ്യാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സഭകളിൽ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലും ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചെങ്കിലും അത് മൊത്തം ഒന്ന് എഴുതി തയ്യാറാക്കാൻ ഇതുവരെ കഴിയാഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യാതിരിക്കുക. പക്ഷേ ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മുടെ സഭകളിൽ അങ്ങനെ ചെയ്യണം. കുറഞ്ഞപക്ഷം നമ്മുടെ സഭാ പ്രസ്ഥാനങ്ങൾ അഥവാ സംഘടനകൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണമെങ്കിലും നമ്മുടെ സഭകളിൽ ഏറ്റുചൊല്ലുന്നത് നന്നായിരിക്കും. അത് പട്ടത്വ സഭകളുടെ ഒരു ആചരണം എന്ന് പഴി പറഞ്ഞു മാറ്റരുത്. സ്തോത്രം. നിഖ്യ വിശ്വാസ പ്രമാണം പള്ളിയിൽ ചൊല്ലിയിരുന്നവരാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങളൊക്കെ. പെന്തക്കോസ്ത് സഭകൾ, പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റ് സഭകൾ വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷനാണ് സ്വീകരിക്കാറുള്ളത്. കാൽവിനിസ്റ്റിക് ചിന്താഗതിയാണ് അതിനകത്ത്. അതുകൊണ്ട് ബാപ്റ്റിസ്റ്റുകാർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ കാൽവിനിസവും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് അറിഞ്ഞുകൂടാത്ത പല പെന്തക്കോസ്ത് സഭകളും അതിലെ കാര്യങ്ങൾ ഏറ്റുപറയാറോ അല്ലെങ്കിൽ വിശ്വസിക്കാറോ ഉണ്ട്. നാമും ട്രിനിറ്റി പഠിക്കുന്ന സമയത്ത് അതിലെ ചില കാര്യങ്ങൾ എടുത്തിരുന്നു. വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷൻ അത് ക്രൈസ്തവ ലോകത്ത് വളരെ, പ്രത്യേകിച്ച് റിഫോംഡ് തിയോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മുഴുവനും കൂടെ ഒന്നും ഏറ്റുപറയാൻ ഞാൻ പറയുന്നില്ല. ഒത്തിരി വിശാലമാണത്, ഒത്തിരി വിശാലമാണ്. എന്നാൽ നമ്മുടെയൊക്കെ സഭാ സംഘടനകളിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നാണ് എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ ഇതുവരെ പ്രവർത്തിച്ചു വരുന്നത്. ചർച്ച് ഓഫ് ഗോഡിന് ഏതാണ്ട് 14 വിശ്വാസ പ്രഖ്യാപനങ്ങളാണുള്ളത്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്.
അങ്ങനെ ഓരോ പെന്തക്കോസ്ത് സഭകൾക്കും, എല്ലാ സഭകൾക്കുമുണ്ട്. നമ്മളിപ്പോൾ പെന്തക്കോസ്തിൻ്റെ മാത്രം കാര്യം എടുക്കുന്നു. പെന്തക്കോസ്ത് സഭകൾക്കെല്ലാം തന്നെ ഇതുപോലെ വിശ്വാസ പ്രമാണമുണ്ട്. ക്രീഡ് ഓഫ് ഫെയ്ത്ത് എന്നോ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് എന്നോ അതിനെ വിളിക്കുന്നു. വിശ്വാസ പ്രമാണം അഥവാ വിശ്വാസ പ്രഖ്യാപനം. അതിനകത്തിലെ ഒരു ഘടകം മാത്രമാണ് എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ബൈബിളിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ത്രിയേകത്വത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ്, ദൈവസഭ, മനുഷ്യൻ, സൃഷ്ടി, പാപം, വീണ്ടെടുപ്പ്, ദൈവസഭ, സഭയിലെ പല ഉപദേശങ്ങൾ ഇങ്ങനെയുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് നിത്യത വരെയുള്ള 30-ൽ പരം വിഷയങ്ങളാണ് നമുക്ക് അടിസ്ഥാന വേദോപദേശങ്ങളായി സ്വീകരിപ്പാൻ കഴിയുക. അതെല്ലാം ഒന്നും നമ്മുടെ സഭകളിൽ ചേർക്കപ്പെട്ടിട്ടില്ല. അന്ന് അത്യാവശ്യമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെയൊക്കെ സഭകളിൽ എടുത്തിട്ടുള്ളൂ. അതിൽ ഈ പറയപ്പെട്ട 30ഓളം അടിസ്ഥാന വേദോപദേശങ്ങളിൽ ഒന്ന് മാത്രമാണ് എബ്രായ ലേഖനം 3:1 പറഞ്ഞിരിക്കുന്ന ക്രിസ്റ്റോളജിക്കൽ കൺഫെഷൻ, കൺഫെഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റുപറച്ചിൽ. അപ്പോൾ ബാക്കി വിശാലമായതിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയാണ് ഇപ്പോൾ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് ഇവിടെ പറയുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഞാൻ വിടുകയാണ്. ഇതിൻ്റെ പല ഭാഗങ്ങളും ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന എബ്രായർ 3:1 പറയുന്ന സ്വീകരിച്ചു പറയുക, ഏറ്റുപറയുക, കൺഫഷൻ എന്ന വിഷയം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. അവർ കൺഫഷൻ ഓഫ് ഫെയ്ത്ത് റിഗാർഡിംഗ് ജീസസ് ക്രൈസ്റ്റ്, what the Bible speaks about Jesus, what God has revealed about Jesus. This is what our confession. നമ്മുടെ ഏറ്റുപറച്ചിൽ ഈ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് വേദപുസ്തകം യേശുവിനെ പറ്റി എന്തു പറയുന്നു എന്നുള്ളതാണ്. ബൈബിൾ യേശുവിനെ പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പൂർണ്ണമായും വിശ്വസിക്കുകയും അത് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. കേവലം അധരം കൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല. ദിസ് ഈസ് എ കൺവിക്ഷൻ and a whole-hearted acceptance of the truth, a very confirmed understanding, and whenever it is needed, speaking out with our mouth. ഇത് കേവലം അധരം കൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രമല്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ഞാൻ നേരത്തെ ശുശ്രൂഷിച്ച സഭയിൽ, നമ്മുടെ സൗമ്യമ്മയുടെയൊക്കെ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ അതിഥിയായിട്ടൊരു വലിയ മനുഷ്യൻ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഇന്നും ജീവനോടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്, പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന ഒരു വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ്.
അവിചാരിതമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ അന്ന് സഭായോഗത്തിനെ സംബന്ധിച്ചു. ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്ക് ഉണ്ട്. 200 പേജിൻ്റെ നോട്ട്ബുക്ക്. അദ്ദേഹം അതെന്നെ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ഒരു 3000 പ്രാവശ്യം സ്തോത്രം 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 എന്ന് എഴുതണമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ച ഒരു നോട്ട്ബുക്കാണ്. അതിൽ എത്ര പ്രാവശ്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇത്രയും പ്രാവശ്യം ഞാൻ എഴുതി. ഫ്ലൈറ്റിലൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞാനങ്ങ് എഴുതും, സ്തോത്രം സ്തോത്രം സ്തോത്രം. 3000 പ്രാവശ്യം എഴുതണം. ഇത്ര എഴുതിയിട്ടുണ്ട്. ബാക്കി ഞാൻ പ്രത്യേകിച്ച് തർക്കിക്കാനോ വാദിക്കാനോ ഒന്നും പോയില്ല. ഞാൻ കേട്ടു. അതിഥിയായിട്ട് വന്നു, ഉടൻ തന്നെ അദ്ദേഹം പോകുന്നു. ഏതായാലും സ്തോത്രമാണല്ലോ എഴുതുന്നേ, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പിൻപിലെ ആശയം തെറ്റാകാൻ സാധ്യതയുണ്ട്. ഈ 3000 അല്ല, ഇനി 30,000 പ്രാവശ്യം സ്തോത്രമെന്ന് എഴുതിയാലും എന്തെങ്കിലും പ്രയോജനമുണ്ടാകും എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ തെറ്റിപ്പോയി. അത് കത്തോലിക്കരോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ഒക്കെ ഇങ്ങനെ രുദ്രാക്ഷം അല്ലെങ്കിൽ മുത്തുകൾ എണ്ണുന്നത് പോലെയുള്ളൂ. അത് തെറ്റായതാണ്. അല്ലാതെ സ്തോത്രം പറയുന്നത് അത് ഒരു പബ്ലിസിറ്റിക്കാണെങ്കിലോ? പുള്ളി പബ്ലിസിറ്റിക്ക് എന്ത് പബ്ലിസിറ്റി? അല്ല, ഒരു ചർച്ചിൽ എന്ന് പറയും, ഇങ്ങനെ കണ്ടോ ഞാൻ 3000 പ്രാവശ്യം എഴുതി അങ്ങനെ എന്നും പറഞ്ഞൊക്കെ. അങ്ങനെ ആയാലും അത് തെറ്റായി. റൈറ്റ്. ഇദ്ദേഹം എന്നോട് പറഞ്ഞതുള്ളൂ, ചർച്ചിൽ അതൊന്നും പറഞ്ഞില്ല. അപ്പം ഇനിയും പുള്ളിക്കത് ഒരു കോളർ പിടിക്കാനോട് കാരണമാക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും തെറ്റി. അതിൻ്റെ ആവശ്യമില്ല. തിരുവെഴുത്ത് പറയുന്നു നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കാനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനും. ചെയ്തു, അത് ആവശ്യമാണ്. ഓരോ ശ്വാസത്തിലും സ്തോത്രം പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ സ്തോത്രം പറയുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പുണ്യം കിട്ടും, നന്മ കിട്ടും, അനുഗ്രഹം കിട്ടും, ദൈവം എന്നിലങ്ങ് പ്രസാദിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോയി. പിന്നെ ഞാൻ ഇത്രയും സ്തോത്രം പറയുന്നയാളാണ്, പറയുക മാത്രമല്ല എഴുതുകയും കൂടെ ചെയ്തു എന്ന് പറഞ്ഞ് കോളറ് പിടിക്കാനാണെങ്കിലും അത് ദൈവസന്നിധിയിൽ പാപമാണ്. അപ്പം ഈ നിലയിലുള്ള വ്യർത്ഥമായ ഉരുവിടിയിലുകളെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. അതിനു പകരം ആദ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വളരെ വ്യക്തമായ ബോധ്യം വേണം. പൗലോസ് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ വായിച്ച, ഇപ്പോൾ നമ്മൾ പറഞ്ഞ റോമാലേഖനം 10-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ഇന്നലെ 9-ഉം 10-ഉം വായിച്ചായിരുന്നല്ലോ. 11 തൊട്ടൊന്ന് വായിച്ചാട്ടെ. 11 റോമൻസ് 10:11. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. തന്നെ 2 കാര്യങ്ങൾ കണ്ടോ? വിശ്വസിക്കുക, മറ്റൊന്ന് വിളിച്ചപേക്ഷിക്കുക. തീർന്നില്ല, അടുത്തത് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. വിളിച്ചപേക്ഷിക്കുന്ന ഏവനും നൽകുവാൻ അവൻ്റെ പക്കൽ ധാരാളം ഉണ്ട്. സമ്പന്നനാകുന്നു എന്ന് പറഞ്ഞത് ഭൗതിക നന്മയിൽ മാത്രം ഒതുക്കരുത്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ പക്കൽ സമ്പന്നതയുണ്ട്. പക്ഷേ കർത്താവിൻ്റെ പക്കൽ എന്ത് സമ്പന്നതയാ കൂടുതലുള്ളത്? മണ്ണും പൊന്നും ഒക്കെയാണോ? അല്ല. ആത്മീയമായിട്ടുള്ള സ്തോത്രം. കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് അവൻ കരുണാസമ്പന്നനെന്ന, റിച്ച് ഇൻ മേഴ്സി. എഫേസ്യ ലേഖനത്തിൽ നമ്മളങ്ങനെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് കരുണാസമ്പന്നനായ ദൈവമോ.
ദൈവത്തിൻ്റെ പക്കലുള്ള ഏറ്റവും വലിയ സമ്പന്നത സ്നേഹം, കരുണ, കൃപ, രക്ഷ, ഇങ്ങനെയുള്ളതിൻ്റെ സമ്പന്നതയാണ് കർത്താവിൻ്റെ പക്കൽ. അല്ലാതെ കർത്താവിൻ്റെ പക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മണ്ണും പൊന്നും ഒന്നും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വാക്യമെടുത്ത് ഭൗതിക സമ്പന്നത വിളിച്ചപേക്ഷിക്കുന്നതിനൊക്കെ കൊടുക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ള ഭൗതികതയിൽ ആരും ഊന്നരുത്. അത് ദൈവം നമുക്ക് നൽകും, തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുമുണ്ട്. പറഞ്ഞതിൽ കൂടുതൽ തരികയും ചെയ്തു, ആവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ തൃപ്തരല്ല എന്നൊരു പാപമാണ് മറുഭാഗത്തുള്ളത്. പോട്ടെ, അത് നമ്മൾ മത്തായി 6-ാം അധ്യായത്തിൽ വെച്ച് വിശദമായി പഠിച്ചതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പക്ഷേ അടുത്ത വാക്യം കണ്ടില്ലേ? കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെല്ലാം രക്ഷിക്കപ്പെടും. അപ്പോൾ അതിന് തൊട്ടുമുകളിലത്തെ 12-ാമത്തെ വാക്യത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവനൊക്കെ കൊടുക്കാൻ തൻ്റെ പക്കൽ ധാരാളമുണ്ട്, അല്ലെങ്കിൽ സമ്പന്നനാകുന്നു എന്ന് പറഞ്ഞത് ഏത് സമ്പന്നതയാണെന്ന് 13-ാം വാക്യം പറയുന്നു? രക്ഷയുടെ സമ്പന്നതയാ. സ്തോത്രം. അത് ഇത്ര പേർക്കേ ഉള്ളെന്നൊന്നുമില്ല. ഇന്നലത്തെ പേപ്പറിൽ ഞാൻ വായിച്ചു, കാൺപൂരിൽ, UP കാൺപൂരിൽ 15-ാം തീയതി രാത്രി ഒരു സംഭവം നടന്നു. ഈ ഓഗസ്റ്റ് 15. ഒരു കട നടത്തുന്ന മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധം ചെയ്തു, ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാത്രി 12 മണിക്ക് ശേഷം, സമയവും പുള്ളി കൊടുത്തിരുന്നതിനകത്ത്, 12-ന് ശേഷം ആദ്യത്തെ 16 മിനിറ്റിൽ വരുന്ന എല്ലാവർക്കും, തുണിക്കട നടത്തുന്ന മനുഷ്യനാ, 16 രൂപയ്ക്ക് ഏത് വസ്ത്രം വേണേലും എടുക്കാം. 16 മിനിറ്റത്തേക്കേ ഉള്ളൂ. ഏതായാലും പുള്ളി ഇപ്പോൾ അകത്താ, അറസ്റ്റായി. ഈ വാർത്ത കേട്ട് സന്ധ്യയ്ക്ക് തൊട്ട് ആൾക്കാർ ഒഴുകാൻ തുടങ്ങി. രാത്രി ആയപ്പോഴത്തേക്കിനും ഭയങ്കര ആൾക്കൂട്ടം, പോലീസിന് പോലും നിയന്ത്രിക്കാൻ വയ്യാതെയായി. തിരക്ക് കൂടിയപ്പോഴത്തേക്കിനും ഇങ്ങനെ കട പൊളിയും എന്നൊരു അവസ്ഥയിലെത്തിയപ്പോഴേക്കും ഇങ്ങനെ കട അങ്ങ് അടച്ചു. കട അടയ്ക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കിനും ഭയങ്കര പ്രശ്നം. പതിനാറ് മിനിറ്റത്തേക്കേ ഉള്ളായിരുന്നു പുള്ളിയുടെ കച്ചവടം. 16 മിനിറ്റിൽ 16 രൂപയ്ക്ക് ഏത് വസ്ത്രം എടുക്കാം. എന്നാൽ ഇതുപോലെയാണോ നമ്മുടെ കർത്താവ്? സ്തോത്രം. എത്ര പേർക്ക് രക്ഷ വേണമെങ്കിലും എല്ലാവർക്കും രക്ഷ കൊടുക്കുവാൻ, അതായത് എല്ലാവരെയും രക്ഷിപ്പാൻ, രക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തക ഭാഷ രക്ഷിപ്പാൻ നമ്മുടെ ദൈവം വല്ലഭൻ. സ്തോത്രം. ഇത്ര പേർക്കുള്ളതേ ഉള്ളൂ, ബാക്കിയുള്ളവർ വേണ്ട. അല്ല. സ്തോത്രം. ജോലിക്ക്, സ്കൂൾ കോളേജിൽ അഡ്മിഷന് ഒക്കെ പറയും ഇത്ര സീറ്റേ ഉള്ളൂ, പരിമിതമാ, സീറ്റ്സ് ആർ ലിമിറ്റഡ്. സ്വർഗത്തിൽ സീറ്റ് ലിമിറ്റഡ് അല്ല. എത്ര പേര് വന്നാലും അവരെ എല്ലാം രക്ഷിപ്പാൻ നമ്മുടെ ദൈവം സമ്പന്നനാണെന്ന് അത്രേ ഇവിടെ റോമർ
10:12-13 പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? Faith, Ah. have faith. 2 കാര്യങ്ങൾ. ഒന്ന്, Faith മനസ്സിലാകും. and confession. ഒന്ന് വിശ്വാസം, വിശ്വസിക്കണം. അതാണ് നാം 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്നിട്ട് 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. എന്നിട്ടോ അടുത്ത വാക്യം, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? റിവേഴ്സ് ഗിയറിൽ പോവാ പൗലോസ്. ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ 17-ാം വാക്യത്തിലുണ്ട്. ഫോർവേഡ് ഗിയറിലുണ്ട് 17-ാം വാക്യത്തിൽ. ഈ വാക്യത്തിൽ പുറകോട്ട് പോവായിരുന്നു. വിശ്വസിക്കുന്നവൻ ആരും ലജ്ജിക്കത്തില്ല, വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും. പക്ഷേ പൗലോസ് അതിൻ്റെ തത്വം അവിടെ പറയുന്നു. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അയക്കാതെ എങ്ങനെ പോകും? സ്തോത്രം. അപ്പോൾ ഈ ഏറ്റുപറച്ചിൽ, അതാണ് വിളിച്ചപേക്ഷിക്കുക, ഏറ്റുപറയുക. അതിന് അടിസ്ഥാനപരമായി വേണ്ടത് വെറും വായ് കൊണ്ടുള്ള ഒരു വ്യായാമമല്ല. അധരം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ, നാട്ടിൽ അത്രയില്ല, കുറച്ചും കൂടി ആൾക്കാർക്ക് അറിവുണ്ട്. ഇവിടെയൊക്കെ ഒരു വലിയ യോഗത്തിലായാലും ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ പ്രസംഗിക്കുന്നതിനിടയ്ക്കോ പ്രസംഗം കഴിയുമ്പോഴോ പറയുകയാണ്, നിങ്ങളൊക്കെ എൻ്റെ പുറകെ ഇങ്ങനെ ഏറ്റുപറയുക. എന്നിട്ട് ഏറ്റുപറച്ചിലിൻ്റെ വാചകങ്ങൾ ചൊല്ലിക്കൊടുത്താൽ ഈ സാധുക്കൾ അങ്ങനെ അങ്ങ് ഏറ്റുപറയും. എന്താ പറയുന്നൊന്നും ഗ്രഹിച്ചിട്ടല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഒരു 100 പേര് കൂടുന്നതിൽ ഒരു 90 പേരെങ്കിലും ഏറ്റുപറയും. ഈ 90 പേര് രക്ഷിക്കപ്പെട്ടെന്നാണോ അർത്ഥം? ഒരിക്കലില്ല. കാരണം ഈ വായ് കൊണ്ട് പറയുന്നതിന് മുമ്പുണ്ടാകേണ്ട കാര്യമാണ് വിശ്വാസം. അതാ ഇന്നലെ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞത്. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഓർമ്മയുണ്ടോ? ഏറ്റവും ആദ്യം ഇവിടെയും നമ്മളതാ വായിച്ചത്. ഏറ്റവും ആദ്യം ഓർമ്മയുണ്ടെങ്കിലെന്ന് പറഞ്ഞു. You need to hear, listen. Yes, listen or hear. Then Knowing, knowing. Thirdly, be convicted. Conviction. Fourth, Then believe, acceptance then by acceptance by faith. faith. Then comes fifthly, Confess with your mouth. confession. സ്തോത്രം. ഏറ്റവും ഒടുവിൽ നമ്മളതായിരുന്നു പറഞ്ഞത്. ആദ്യം കേൾക്കണം. ഇവിടെ പൗലോസ് അതാ പറഞ്ഞേ, കേൾക്കാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ കേൾക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ഇടയിലുള്ള 2 കാര്യങ്ങൾ കൂടെ എടുത്തു. അറിയുന്നു, കേൾവിയിലൂടെ അറിയുന്നു. അങ്ങനൊരു സംഭവം ഉണ്ട് അല്ലേ? രണ്ടാമത് ബോധ്യപ്പെടുന്നു. അറിഞ്ഞ മാത്രം പോരാ, എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷേ അതിലെല്ലാറ്റിനെ കുറിച്ചൊന്നും നമുക്ക് ബോധ്യങ്ങളില്ല. ഇത് ബോധ്യപ്പെടണം. ഓക്കെ, ദിസ് ഈസ് എ കൺവിക്ഷൻ. എന്നിട്ടാണ് അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ തയ്യാറാണതെന്ന്, ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വാസം. അത് 4-ാമത്തെ പടിയാണ്. ആ വിശ്വാസം ഹൃദയത്തിൽ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എന്ന് ദൈവത്തോടും പറയും, തമ്മിലും പറയും. പ്രത്യേകിച്ച് സഭയുടെ പശ്ചാത്തലത്തിൽ നാം സഭാമധ്യത്തിൽ പറയും. പറഞ്ഞെങ്കിലേ മറ്റുള്ളവർക്കറിയാവൂ. ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചു എന്ന് ബാബുവെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? അറിയത്തില്ല. ഞാൻ പറഞ്ഞെങ്കിലേ അറിയൂ. എത്ര വലിയ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയിലായാലും ആരൊക്കെ വിശ്വസിക്കുന്നു ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ചില പ്രത്യേക കേസുകളിൽ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും എന്നതല്ലാതെ ഓരോരുത്തരും ഇവൻ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. പകരം വിശ്വസിക്കുന്നവർ പരസ്യമായി ഏറ്റുപറയണമെന്ന ഒരു വ്യവസ്ഥയാണ് വച്ചിരിക്കുന്നത്. ഇവിടെ എബ്രായർ 3:1 യേശുവിനെ കുറിച്ചുള്ള വിശ്വാസവും ഏറ്റുപറച്ചിലുമാണ് അർത്ഥമാക്കുന്നത്. അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. എബ്രായ ലേഖനത്തിനകത്ത് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കണ്ടു. ഏതാണ്ട് 20ഓളം കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് 1-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ പഠിച്ചത്. കൃത്യമായി എത്ര എണ്ണമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. യേശു ദൈവപുത്രൻ എന്ന വിഷയം തുടങ്ങി ഇങ്ങോട്ട് ക്രിസ്തുവിനെ കുറിച്ച് ഏതായാലും 20-ൽ പരം കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ പഠിച്ചു. പിന്നെ 2-ാം അധ്യായത്തിൽ നമ്മൾ യേശുവിനെ പറ്റി പല കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ 3:1 വന്നപ്പോൾ പിന്നെയും അപ്പോസ്തലൻ പറയുന്നു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു. അപ്പം ഇതിനോടകം ഏതാണ്ടൊരു 30ഓളം കാര്യങ്ങൾ നമ്മൾ യേശുവിനെ പറ്റി പഠിച്ചുവെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലേ? ഏകദേശം 30ഓളം കാര്യങ്ങളുണ്ടാവും. 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നും ഇപ്പോൾ 3:1 നിന്നും നമ്മൾ പഠിച്ച ക്രിസ്തുവിനെ സംബന്ധിച്ച വേദപുസ്തകത്തിൻ്റെ പഠിപ്പീര്, വേദപുസ്തകത്തിൻ്റെ വെളിപ്പാട്. ഇനിയും താഴോട്ട് വേറെ ഉണ്ട്. 2-ാം വാക്യം തൊട്ട് യേശുവിനെ പറ്റി ഇനിയുണ്ട്. ഇതെല്ലാം നാം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. കേട്ട് അറിഞ്ഞ് ഉറപ്പായി അംഗീകരിച്ച് ഏറ്റുപറയുന്നു യേശുവിനെ കുറിച്ച്. യേശു ആരാണ്? യേശു എന്ത് ചെയ്തു? അതാണ് ഏറ്റുപറച്ചിലിൻ്റെ അർത്ഥം. അത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. രക്ഷിക്കപ്പെട്ട അന്ന് എഴുന്നേറ്റ് നിന്ന് പറ മോനെ, സിസ്റ്റർ പറ എന്ന് പറയുന്നത് കൊണ്ട് തീരുന്നില്ല. നമ്മുടെ ഏറ്റുപറച്ചിൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതോടുകൂടെയോ തീരുന്നില്ല. നാം നമ്മുടെ ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത് നാം ആവർത്തിച്ച് പറഞ്ഞും പ്രഖ്യാപിച്ചും ഏറ്റുപറഞ്ഞും കൊണ്ടേയിരിക്കണം. സ്തോത്രം. അത് നിരന്തരം നമുക്ക് ചെയ്യണം. ഏറ്റവും ആദ്യം നാം ഏറ്റുപറച്ചിൽ ആരോടാണ് നടത്തേണ്ടത്? അല്ലെങ്കിൽ എവിടെയാ? കേട്ടില്ല. ദൈവസന്നിധി, ദൈവത്തോട്.
ദൈവത്തോടാ ചെയ്യേണ്ടത്. കർത്താവിനോട് തന്നെയാണ് നാം ഏറ്റവും ആദ്യം ഏറ്റുപറയേണ്ടത്. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് സുവിശേഷവുമായി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തോമസ് അപ്പച്ചൻ. നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നിന്നും വായിച്ചായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ അല്ല, യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിൽ എന്നതിനേക്കാൾ കൂടുതൽ യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് തോമസ് വിശ്വസിച്ചില്ല. സഹോദരന്മാരൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം വിശ്വസിച്ചില്ല. നമുക്കതറിയാം. ഒടുവിൽ തോമസും കൂടെ ഉള്ള സഭയിൽ യേശുക്രിസ്തു വന്ന് തന്നെ വെളിപ്പെടുത്തി. കർത്താവിൻ്റെ മുറിപ്പാടുകളെ തോമസ് പറഞ്ഞതുപോലെ കാണിച്ചതും തോമസ് പറഞ്ഞ വാചകമുണ്ട്. എന്താ? എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. വേറെ ഒന്നും പറയാനില്ല. തോമസ് ചെയ്തത് ഒരുപക്ഷെ ഒരു അപൂർണമായ വാചകം പോലെ നമുക്ക് തോന്നും. Sometimes we will feel it's an incomplete sentence, not revealing or expressing the full sense. പൂർണ്ണമായും അർത്ഥം പൂർണ്ണമായും വ്യക്തമാക്കാത്ത ഒരു വാചകമായി നമുക്ക് ഒരുപക്ഷെ തോന്നും. സ്തോത്രം. 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ്. സ്തോത്രം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ. One of the most powerful Christian confessions. വളരെ ശക്തമായ, ഏറ്റവും ശക്തമായ എന്ന് വേണമെങ്കിൽ പറയാം, ക്രൈസ്തവ ഏറ്റുപറച്ചിലാണിത്. സ്തോത്രം. എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ. എത്ര ആഴമാ എന്ന് വെച്ചാൽ, യേശുവേ, ഉയർത്തെഴുന്നേറ്റ യേശുവേ, അങ്ങ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ആരാണെന്ന് വിശ്വസിക്കുന്നു? കർത്താവും ദൈവവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇനി ഇത് ഏറ്റവും തുടക്കം. Here is the beginning of our confessions. നമ്മുടെ ഏറ്റുപറച്ചിലുകളുടെ ആരംഭമാണിവിടെ. എവിടെ? യേശു എൻ്റെ കർത്താവും ദൈവവും എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യം നമുക്കറിയാവുന്നതാ, എന്നാലും നിങ്ങളെയും കൂടെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാ. What could be the last and final confession of humanity? ഏറ്റവും ഒടുവിലത്തെ ഏറ്റുപറച്ചിൽ എന്തായിരിക്കാനാണ് സാധ്യത? മാനവജാതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റുപറച്ചിൽ. യേശു കർത്താവ്. Praise God. അതെ, ഫിലിപ്പ് ലേഖനം 2:9. The same. യേശു കർത്താവ് എന്ന് യേശു കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നോണ്ടല്ല മുസ്ലിം സ്നേഹിതർ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ? നെറ്റി കൊണ്ടുവന്ന് താഴെ മുട്ടിച്ചിട്ട് അങ്ങനെ
നമസ്കരിച്ചുകൊണ്ട് കവിണ്ണ് വീണ് കിടന്ന് യേശുവിൻ്റെ പാദങ്ങളിൽ, ചിലപ്പോൾ തൊടാൻ പേടിയായതുകൊണ്ട് പാദത്തിൻ്റെ തൊട്ടിപ്പുറത്ത് നിലത്ത് നെറ്റി മുട്ടിച്ച്, വെറുതെ മുട്ടിച്ചായിരിക്കില്ല, ഇടുക്കിയായിരിക്കും നെറ്റിയിട്ട്, ഏറ്റുപറയും, യേശു കർത്താവ്, യേശു കർത്താവ്. കണ്ടോ, ക്രൈസ്തവ ഏറ്റുപറച്ചിലുകളിലെ ഏറ്റവും ഒന്നാമത്തേതും ഏറ്റവും ഒടുവിലത്തേതുമായ ഏറ്റുപറച്ചിൽ ഒരേ കാര്യം തന്നെയാ, യേശു കർത്താവ്. പ്രൈസ് ഗോഡ്. പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടും പഠിച്ചിട്ടും ഉള്ളതുപോലെ ഈ രണ്ട് ഏറ്റുപറച്ചിലുകൾക്കും ഒരു വ്യത്യാസമുണ്ട്, ഫലത്തിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ഏറ്റുപറച്ചിൽ നടത്തുന്നവൻ ദൈവക്രോധത്തിൽ നിന്നും പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ യേശു കർത്താവെന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഏറ്റുപറയുന്നവർ ആ ഏറ്റുപറച്ചിനാൽ തങ്ങളെ തന്നെ രക്ഷിപ്പാൻ കഴിയാത്തവരായി നിത്യനരകത്തിലേക്ക് പോകുന്നു. സ്തോത്രം. പ്രിയരെ, നാം ഭാഗ്യമുള്ളവരാണ്. യേശു ആരാണോ, യേശുവിനെ ദൈവം എന്ത് ആക്കി വെച്ചുവോ, സ്തോത്രം, അത് അങ്ങനെ തന്നെയെന്ന് കേട്ട് അറിഞ്ഞ് ഉറപ്പോടെ വിശ്വസിച്ച് ഏറ്റുപറയുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ ദൈവം എന്താക്കി വെച്ചിരിക്കുന്നു, ആരാക്കി വെച്ചിരിക്കുന്നു? ഓർമ്മ കാണുമല്ലോ. പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിലുണ്ട്. ആദ്യ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിൽ അരമാർക്ക് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. 36 വാക്യം. സ്തോത്രം. കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. യഹൂദന്മാരോട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ 15 വാക്യം തൊട്ട് ഇങ്ങോട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 20 തൊട്ട് താഴോട്ട് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു വരിക. അതിൽ 23 24 നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് 36 വാക്യത്തിൽ പറഞ്ഞത്, ഈ ക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ദൈവം മരണത്തിന്റെ കയറുകളെ പൊട്ടിച്ചുയർത്തെഴുന്നേൽപ്പിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. കണ്ടോ, നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 37 വാക്യം തൊട്ടിങ്ങോട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. അവർക്കറിയില്ല എന്തു ചെയ്യണം. പിന്നെ പത്രോസ് അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഏറ്റവും ആത്യന്തികമായും നടത്തേണ്ട ഏറ്റുപറച്ചിലാണിത്. യേശു കർത്താവ്, യേശു മാത്രം കർത്താവ്. പ്രത്യേകിച്ച്
നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന സമയത്ത് ഈ കാര്യം കണ്ടതാ. അതുകൊണ്ട് വിവരണത്തിൻ്റെ ആവശ്യം കാണില്ല. പൗലോസും പത്രോസും യോഹന്നാനും ഒക്കെ ജീവിച്ചിരുന്ന, ശുശ്രൂഷിച്ചിരുന്ന കാലഘട്ടം റോമൻ കൈസറുമാർ, റോമൻ ചക്രവർത്തിമാർ, അവരാണ് കർത്താവും ദൈവവുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. സത്യത്തിൽ അതുങ്ങൾ പാവങ്ങളാ. ആരായി? കൈസർമാരെ. അവർ പറഞ്ഞതൊന്നുമല്ല. പക്ഷെ അവരെ സോപ്പിടാൻ വേണ്ടി, അവരെ മയക്കാൻ വേണ്ടി ജനം പറഞ്ഞു, അയ്യോ, കൈസറാണ് ഞങ്ങളുടെ കർത്താവ്. അത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഹെരോദാവ് സംസാരിക്കുമ്പം, പ്രസംഗിക്കുമ്പം പറഞ്ഞത്, അയ്യോ, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമാ. ഇത് കേട്ടപ്പം ഈ പുള്ളി പൊങ്ങിപ്പോയി. എന്ത് ചെയ്യാം? നമുക്കും പലപ്പോഴും പറ്റും. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നില്ലെങ്കിലും ആൾക്കാർ ചിലപ്പം നമ്മളെക്കുറിച്ച് ചുമ്മാ നമ്മളെ പൊക്കാൻ വേണ്ടി പറയുന്ന, എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി പറയുന്നതാ. സത്യസന്ധമായിട്ടോ ആത്മാർത്ഥമായിട്ടോ ഒന്നും പറയുന്നതല്ല. പക്ഷെ ഇത് കേട്ടിട്ട് നമ്മൾ പതുക്കെ അങ്ങ് കോളറ് പിടിക്കും. അരുത്. ഈ കൈസർമാർക്ക് അതാ പറ്റിയത്. അങ്ങനെ വന്നപ്പോൾ അവർ വിചാരിച്ചു, ആ കൊള്ളാമല്ലോ, ആൾക്കാരൊക്കെ എന്നെ കർത്താവെന്ന് വിളിക്കുന്നെങ്കിൽ പിന്നെന്താ. ഇതിൽ ചിലരുടെ പേരിൽ ഈ ജനത ക്ഷേത്രവും പണിയിപ്പിച്ചു. ഇന്നും ഉണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ തന്നെ പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കുന്നു. യെസ്, പേരെടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സ് ലോകത്തുണ്ട്, പൊളിറ്റിക്സിലുണ്ട്, രാഷ്ട്രീയ ലോകത്ത്, പിന്നെ കായിക ലോകത്തൊക്കെ ഇന്ന് ജീവനോടിരിക്കുന്നവരുടെ മെഴുകു കൊണ്ടുള്ള പ്രതിമയോ ഇനി വേണ്ട വേറെ എന്തെങ്കിലും കൊണ്ടൊക്കെയുള്ള പ്രതിമകളോ ഒക്കെ ഉണ്ടാക്കി അവയെ അണിയിച്ചൊരുക്കി കുമ്പിടുന്നവരുണ്ട്, ദൈവങ്ങളായിട്ട് അവരെ കാണുന്നവരുണ്ട്. അപ്പോഴേക്കും അവര് അകത്ത്, ജനം ഞങ്ങളെ ഇങ്ങനെ മാനിക്കുന്നു, അപ്പം ഞാൻ ഇന്ന ആളാ എന്ന് കരുതുന്നവർ. അങ്ങനെ ഈ കൈസർമാരും ക്ഷേത്രമൊക്കെ പണിയിപ്പിച്ച് അവരുടെ പ്രതിമകളൊക്കെ വെച്ച് ചിലവരുടെ പേരിൽ ഉത്സവങ്ങളൊക്കെ ആചരിച്ചപ്പോൾ ഒരു ഓർഡർ ഇട്ടു, കൈസറിനെ അല്ലാതെ വേറെ ആരെയും കർത്താവെന്ന് അംഗീകരിക്കരുത്. അപ്പോഴാണ് ക്രൈസ്തവർ മുമ്പോട്ട് വന്നത്. സഭയിൽ ഏറ്റുപറയാൻ തുടങ്ങി, ഇല്ല, കൈസർ അല്ലെന്നൊന്നും പറഞ്ഞില്ല, യേശു കർത്താവെന്ന് അവർ ഏറ്റുപറയാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു കർത്താവേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട് തോമസ് വിളിച്ച അതേ വിളി, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഇന്ന് നമുക്കും ഇത് തന്നെ വേണം. ഏറ്റവും ഒന്നാമത് നമ്മൾ കർത്താവിനോട് തന്നെ പറയണം, അങ്ങാകുന്നു കർത്താവ്. സ്തോത്രം. ഓ ലോർഡ്, യു ആർ ദ ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുമ്പോഴും പറയുന്നത്, യു ആർ ലോർഡ്, യു ആർ ലോർഡ്. ഹീസ് ലോർഡ് എന്ന് പാടാറുണ്ട്. നമ്മൾ കർത്താവിനോട് ഏറ്റു പറയുന്നത്, യു ആർ ലോർഡ്. സ്തോത്രം. യേശു കർത്താവെന്ന് സ്വന്തമല്ലാത്തവർ പറയുമ്പോൾ, യേശുവേ അങ്ങാകുന്നു കർത്താവെന്ന് സ്വന്തമായ നമ്മൾ പറയും. മനസ്സിലായോ? സ്തോത്രം. സ്വന്തമല്ലാത്തവർ, അന്യര് പറയും യേശു കർത്താവ്. എന്നാൽ സ്വന്തമായ നമ്മൾ പറയും, യേശു എൻ്റെ കർത്താവ്. കർത്താവിനോട് പറയും, യു ആർ ലോർഡ്, യു ആർ മൈ ലോർഡ്. സ്തോത്രം. ഇത് പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പിലത്തെ ഞങ്ങളുടെ ഹിന്ദി ക്ലാസ്സും ഇന്ന് തീർന്നത്.
ഈ 4 ഏറ്റുപറച്ചിലുകൾ. ഒന്ന്, യേശു കർത്താവ്. 2, യേശു മാത്രം കർത്താവ്. 3, യേശു എൻ്റെ കർത്താവ്. 4, യേശു മാത്രം എൻ്റെ കർത്താവ്. എനിക്ക് വേറൊരു കർത്താവില്ല. പ്രൈസ് ഗാഡ്, സ്തോത്രം. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നിത്യമാം സ്നേഹത്തിനാഴം ഉയരവും എന്ന് പറയുന്ന പാട്ടിനകത്ത് ഞാൻ കേട്ടിട്ടുള്ളത്, അങ്ങനെയാണോ എന്ന് വേറെ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുള്ളത് ഒരു സ്ത്രീ എഴുതിയ പാട്ടായിട്ടാണ്. ഒരു സഹോദരി വളരെ തനിക്ക് പ്രിയപ്പെട്ട ഭർത്താവ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും ആ സഹോദരിയെ പിന്മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞതാണത്രേ, ഉലകിൽ എന്നരികിലായി പ്രിയമായി പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയൻ അങ്ങ് ഭർത്താവുണ്ട്. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുമ്പിലായി അലിഞ്ഞുപോയി എനിക്ക് പ്രിയമായ വസ്തുക്കളും പ്രിയമായവയിൽ പ്രിയനായ എൻ്റെ ഭർത്താവും മഞ്ഞുപോലെ. സ്തോത്രം. നമുക്ക് നമ്മുടെ കർത്താവിനോട് ഏറ്റുപറയാം. നമുക്ക് തമ്മിലും പറയാം. എവിടെയെല്ലാം യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ, യേശു ആരാണെന്ന് ഏറ്റുപറയാൻ അവസരം ലഭിക്കുമോ അവിടെയെല്ലാം ജീവനെപ്പോലും പ്രിയപ്പെട്ടതായി കാണാതെ ഏറ്റുപറയാം, യേശു കർത്താവ്. അങ്ങനൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, സ്തോത്രം, നാം ഈ ഏറ്റുപറച്ചിലിൽ നിന്നും പുറകോട്ട് പോകില്ല. ആകയാൽ നമുക്ക് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞു. എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൽ യേശുവിനെപ്പറ്റി നമ്മൾ പഠിച്ചു വരുന്നതെല്ലാം അങ്ങനെ തന്നെ എന്ന് കർത്താവിനോടും നമ്മൾ തമ്മിലും അവിശ്വാസികളോടും ഏറ്റുപറഞ്ഞുകൊണ്ട്, സ്തോത്രം, നിത്യതയിലെത്തിയും ഈ കർത്താവിനെ അങ്ങനെ തന്നെ നമുക്ക് ഏറ്റുപറയുവാൻ ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.